വിശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. ദൈവപിതാവിൻ്റെ സ്നേഹവാത്സല്യവും ക്രിസ്തുവിൻ്റെ കൃപാകടാക്ഷവും പരിശുദ്ധാത്മാവിൻ്റെ നിറവും നിങ്ങളിൽ സമൃദ്ധമാകട്ടെ. ക്രിസ്തുമതം അത്ഭുതങ്ങളുടെ മതമാണ്. ക്രിസ്ത്യാനിറ്റി ഈസ് എ റിലീജിയൻ ഓഫ് മിറക്കിൾസ്. അനുദിനം ഒരുപാട് അത്ഭുതങ്ങൾ ചുറ്റും സംഭവിക്കുകയല്ലേ. തീർത്ഥാടന കേന്ദ്രങ്ങളിൽ, നൊവേന മന്ദിരങ്ങളിൽ, ധ്യാനകേന്ദ്രങ്ങളിൽ ദൈവത്തിൻ്റെ ഇടപെടൽ തന്നെയാണ് അനുഗ്രഹങ്ങൾ, അത്ഭുതങ്ങൾ. ഞാൻ ഓർക്കുന്നത് എൻ്റെ നൊവേന സെൻറ്ററാണ്. ദൈവദാസൻ തിയോഫനച്ചൻ്റെ കല്ലറയുടെ ഒരു സമാധിയുണ്ട് അവിടെ. അനുദിനം ഒരുപാട് പേർ പ്രാർത്ഥിക്കുന്നു. ചെറുതും വലുതുമായ അത്ഭുതങ്ങൾ അവർക്ക് സംഭവിക്കുന്നു. കൃതജ്ഞതയായി അവർ നേരുന്നത് നിലവിളക്കുകളാണ്. തിയോഫനച്ചൻ്റെ മ്യൂസിയത്തിൽ ഏകദേശം 2000-ൽ മുകൾ നിലവിളക്കുകളുണ്ട്, അത്ഭുതങ്ങളുടെ അടയാളമായി. ഇതിനേക്കാൾ മേൽ അത്ഭുതങ്ങൾ ഒരുപാട് നൊവേന സെൻ്ററുകളിലും ധ്യാനകേന്ദ്രങ്ങളിലും സംഭവിക്കുന്നില്ലേ. ദൈവം ഇടപെടുന്നു എന്നതിൻ്റെ ഏറ്റവും പ്രകടമായ അടയാളം തന്നെ അത്ഭുതങ്ങൾ. ഒരുപക്ഷെ അത്ഭുതം എടുത്തു മാറ്റിയ ക്രിസ്തുമതം എന്താ? കുറേ നിയമങ്ങളുടെ, ആചാരങ്ങളുടെ കൂട്ടായ്മ മാത്രമായിട്ട് മാറില്ലേ? അല്ല, ദൈവം ഇടപെടുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവായി വിശ്വാസ സമൂഹത്തിന് ചുറ്റും അത്ഭുതങ്ങൾ ഉണ്ടാകും. അത് വേണം. ബൈബിൾ എടുക്കുക. ആദ്യത്താൾ മുതൽ അവസാനത്താൾ വരെ എത്ര അത്ഭുതങ്ങളാണ്. ദൈവം ഇടപെട്ടതിൻ്റെ സൂചനകളാണ് മുഴുവനും. അത്ഭുതങ്ങൾ എടുത്തു മാറ്റിയ ബൈബിൾ വെറുമൊരു പുസ്തകമാണ്, ദൈവത്തിൻ്റെ വചനമാകില്ല. കൃത്യമായും അത്ഭുതങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ചെറുതും വലുതുമായ അത്ഭുതങ്ങൾ അനുദിനം സംഭവിക്കുമ്പോൾ ഒരു നാൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണം. എന്നാൽ നാം ആഗ്രഹിക്കുന്ന സമയത്ത് അത്ഭുതം കിട്ടാൻ കടയിൽ വാങ്ങിക്കുന്ന സാധനം പോലെ ഒന്നുമല്ല ഇത്. ദൈവം ആഗ്രഹിക്കുന്നൊരു സമയം, അവനിഷ്ടപ്പെട്ടാൽ മാത്രം അനുവദിക്കുന്ന കൃപയാണ് അത്ഭുതങ്ങൾ. എന്നാൽ ക്രിസ്തുമതത്തിൻ്റെ കാതലായ അത്ഭുതം ഇതൊന്നുമല്ല. 2 അത്ഭുതങ്ങളുടെ മൂലക്കല്ലിലാണ് ക്രിസ്തുസഭ നിൽക്കുന്നത്. ആദ്യത്തേത് യേശുവിൻ്റെ മനുഷ്യാവതാരമാണ്. സർവശക്തനായ ദൈവം ഒരു കുഞ്ഞായി അവതരിച്ചു, ഇൻകാർനേഷൻ. അതല്ലേ ഏറ്റവും ശ്രേഷ്ഠമായ അത്ഭുതം. പിന്നെ യേശുനാഥൻ 3-ാം നാൾ ഉയർത്തു, റിസുറക്ഷൻ. മരണത്തെ തോൽപ്പിച്ചുയർത്തു എന്നതും വലിയൊരു അത്ഭുതമല്ലേ. ഈ അത്ഭുതങ്ങളുടെ പിന്നിലെ ബാക്കിയല്ല അത്ഭുതങ്ങളും. പലപ്പോഴും പ്രധാനപ്പെട്ട അത്ഭുതങ്ങൾ നാം മറന്നു പോകുന്നു. കാഴ്ച കിട്ടുന്നതും, കേൾവി കിട്ടുന്നതും, കുഷ്ഠം മാറുന്നതും, ജോലി കിട്ടുന്നതുമൊക്കെ നമ്മുടെ മനസ്സിനെ വിസ്മയിപ്പിക്കുന്ന അത്ഭുതങ്ങളായിട്ട് മാറുന്നു. എന്നാൽ അതൊന്നുമല്ല അത്ഭുതങ്ങളുടെ സ്ഥായി ഭാവം. ചിലപ്പോൾ ദൈവം നമുക്ക് അത്ഭുതങ്ങൾ അനുവദിക്കും, ചിലപ്പോൾ അതുണ്ടാകില്ല. അത്ഭുതങ്ങളെ മാത്രം നാം ആശ്രയിക്കരുത്. വിശ്വാസത്തിൻ്റെ ഉറപ്പ് അത്ഭുതങ്ങളല്ല എന്ന് വചനം പറയുന്നു. ഒന്നോർത്ത് നോക്കുക. ഇസ്രായേൽ ജനം ദൈവത്തിൻ്റെ ഒരുപാട് അത്ഭുതങ്ങളുടെ നടുവിലൂടെ കടന്നുപോയൊരു ജനമാണ്. അവർക്ക് വേണ്ടി ഈജിപ്തിൽ മഹാമാരികൾ ദൈവം വർഷിച്ചു. ഇസ്രായേൽ ജനത്തിന് വേണ്ടി ചെങ്കടൽ പോലും ഭാഗിച്ചു വഴി നടത്തി. അവർക്ക് വിശന്നപ്പോൾ ദൈവം മന്ന നൽകി ആകാശത്ത് നിന്ന്. അവർക്ക് ദാഹിച്ചപ്പോൾ ദൈവം പാറയിൽ നിന്നും വെള്ളം കൊടുത്തു. അതെ, ഒരുപാട് അത്ഭുതങ്ങളുടെ നടുവിൽ അവർ ജീവിച്ചിട്ടും അവർക്ക് എന്ത് പറ്റി? പെട്ടെന്ന് അത്ഭുതങ്ങൾ നിലച്ചപ്പോൾ ദൈവത്തിനെതിരായിട്ട് അവർ തീർന്നു. ഇതിനേക്കാൾ നല്ലത് ഈജിപ്തിലെ ഇറച്ചി കഷ്ണങ്ങളായിരുന്നുവെന്ന് അവർ കുറ്റപ്പെടുത്തി. 40 ദിവസം പോലും കാത്തിരിക്കാൻ മനസ്സില്ലാതെ അവർ ദൈവത്തെ മറന്ന് ഒരു സ്വർണ്ണ കാളക്കുട്ടിയെ ആരാധിച്ചു. ഇതാണ് അത്ഭുതങ്ങൾക്കുള്ളൊരു കുഴപ്പം. അത്ഭുതങ്ങളുടെ പിന്നാലെ മാത്രം പോയാൽ വിശ്വാസത്തിന് ഉറപ്പുണ്ടാകില്ല. കാരണം എപ്പോഴും ദൈവം അത്ഭുതങ്ങൾ അനുവദിക്കണമെന്നില്ല. അത്ഭുതങ്ങളില്ലാത്ത സങ്കടങ്ങളുടെ, ദുഃഖങ്ങളുടെ, ദുരന്തങ്ങളുടെ നടുവിലും നമുക്ക് നമ്മുടെ വിശ്വാസം കാത്തു സൂക്ഷിക്കാനാകണം.
ഓർക്കുകയാണ് പരിശുദ്ധ അമ്മയുടെ ജീവിതം. അമ്മ പറഞ്ഞപ്പോൾ യേശു ഒരത്ഭുതം ആദ്യമായിട്ട് ചെയ്തു, വെള്ളത്തെ വീഞ്ഞാക്കി മാറ്റി. എന്നാൽ അമ്മ ഒരിക്കലും അത്ഭുതങ്ങളുടെ പിന്നാലെ പോയൊരു വ്യക്തിയായിരുന്നില്ല. യേശു ഉയർത്തതിന് ശേഷമുള്ള അനുഭവങ്ങളൊന്ന് ഓർക്കുക. പലരുടെ മുമ്പിലും യേശു പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ആദ്യം പ്രത്യക്ഷപ്പെട്ടത് മഗ്ദലനാമരിയുടെ മുമ്പിലാണെന്നാണ് സുവിശേഷം പറയുന്നത്. സത്യത്തിൽ ആദ്യം പ്രത്യക്ഷപ്പെടേണ്ടത് പരിശുദ്ധ അമ്മയുടെ മുമ്പിലല്ലേ? തൻ്റെ മകനാണ് മരിച്ചു പോയത്, അമ്മയാണ് ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത്. എന്നിട്ടും അമ്മയുടെ മുമ്പിൽ യേശു കടന്നു വന്നില്ല. പാപത്തിൽ വീണ ഒരുപാട് പുരുഷന്മാരുടെ പിന്നാലെ പോയ ഇടറി ജീവിച്ച മഗ്ദലനാമരിയുടെ മുമ്പിൽ വന്നു. പരിശുദ്ധ അമ്മ ആരുടെയും പിന്നാലെ പോയില്ല. കന്യത്വത്തിൻ്റെ കവചകുണ്ടലം ധരിച്ച കന്യകയായിരുന്നു പരിശുദ്ധ മാതാവ്. എന്നിട്ടും അമ്മയുടെ മുമ്പിൽ പോകാതെ എന്തുകൊണ്ടാണ് മഗ്ദലനാമരിയുടെ മുമ്പിൽ യേശു ഉദ്ധാനത്തിൻ്റെ അടയാളവുമായിട്ട് പോയത്? ഓർത്തു നോക്കുക. പത്രോസ് ആദ്യം യേശു വിളിച്ചപ്പോൾ വഞ്ചി വലയുമൊക്കെ ഉപേക്ഷിച്ച് അവൻ്റെ പിന്നാലെ വന്നു. എന്നാൽ യേശു മരിച്ചു കഴിഞ്ഞപ്പോൾ ആ പഴയ ജോലിക്ക് തന്നെ പോയി, മീൻ പിടിക്കാൻ വഞ്ചിയുമായി വലയുമായി തടാകത്തിലേക്ക്. എന്നിട്ടും യേശു അവൻ്റെ പിന്നാലെ പോയി തിബേരിയസ് കടൽത്തീരത്ത് വെച്ച് അവനെ വിളിച്ചു. വീണ്ടും അവൻ്റെ വിശ്വാസം കാത്തു സൂക്ഷിച്ചു. പരിശുദ്ധമ്മ ദൈവത്തിന് വേണ്ടി എല്ലാം ഉപേക്ഷിച്ചവളാണ്. സ്വന്തം ജീവിതം, സ്വന്തം മകനെപ്പോലും കാൽവരി സമർപ്പിച്ചവളാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് പത്രോസ് മുമ്പിലേക്ക് യേശു ഉദിതനായവൻ കടന്നുപോയി അവനെ വീണ്ടെടുത്തത്, അത്ഭുതങ്ങൾ കാണിച്ചത്? ഓർക്കുക, യേശു പറഞ്ഞു, ഞാൻ വരുമ്പോൾ നിങ്ങൾ ജെറുസലേമിൽ കാത്തിരിക്കണമെന്ന്. എന്നിട്ടും ആ വാക്ക് മറന്നുകൊണ്ട് 2 ശിഷ്യന്മാർ എമ്മാവൂസിലേക്ക് പോകുന്നുണ്ട്. അവരുടെ പിന്നാലെ യാത്രക്കാരനായി യേശു വന്നു. അവർക്ക് വചനം വ്യാഖ്യാനിച്ചു കൊടുത്തു, ഉദ്ധാനത്തിൻ്റെ പൊരുൾ മനസ്സിലാക്കി കൊടുത്തു. ഒടുവിൽ അവരുടെ കൂടെ വന്നത് യേശുവാണെന്ന് തിരിച്ചറിഞ്ഞ് അനുതപിച്ചവർ ഈജിപ്തിൽ ജെറുസലേമിലേക്ക് മടങ്ങി വന്നു. ഒന്നോർത്തു നോക്കുക, ദൈവം പറയാത്തൊരു വഴിയിലൂടെ പോലും പരിശുദ്ധമ്മ പോയിട്ടില്ല. ഈജിപ്തിലേക്ക് പോകാൻ പറഞ്ഞു പോയി, തിരികെ വരാൻ പറഞ്ഞു വന്നു, എലീശയെ കാണാൻ പറഞ്ഞു പോയി. ദൈവം ആഗ്രഹിക്കാത്തൊരു വഴിയിലൂടെ പോകാഞ്ഞിട്ടും എതിരെ പോയ എമ്മാവൂസ് ശിഷ്യന്മാരുടെ മുമ്പിൽ യേശു പ്രത്യക്ഷപ്പെട്ടു. എന്തുകൊണ്ടാണ് പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ ഉദ്ധിത ക്രിസ്തു കടന്നു വരാഞ്ഞത്? ഏറ്റവും ഒടുവിൽ തോമാസ് ലേഹിയെന്ന് ഓർക്കുക. യേശുവിന് വേണ്ടി മരിക്കാൻ പോലും തയ്യാറെന്ന് ആദ്യം പറഞ്ഞു, പിന്നെ പറഞ്ഞു അവൻ്റെ മുറിവുകൾ കാണുകയും തിരുവിലാപിൽ കൈയിടുകയും ചെയ്യാതെ ഞാൻ വിശ്വസിക്കില്ല എന്ന്. സംശയത്തിലേക്ക് വീണുപോയ ശിഷ്യൻ അവനെ വിശ്വാസത്തിലേക്ക് വീണ്ടെടുക്കാൻ യേശു കടന്നു വന്നു, സ്വന്തം മുറിവുകൾ കാണിച്ചു കൊടുത്തു. ദൈവത്തിന് മുകളിൽ ഒരിക്കലും സംശയിക്കാത്ത അമ്മയായിരുന്ന പരിശുദ്ധ കന്യകാമേരി എന്തുകൊണ്ടാണ് അമ്മയുടെ മുമ്പിൽ ഉദ്ധിതനായ ക്രിസ്തു കടന്നു വരാഞ്ഞത്? ഉത്തരം പറയുന്നത് തോമാസ് ലീഹയോടാണ്. നീ കണ്ടതുകൊണ്ട് എന്നെ വിശ്വസിച്ചു, അടയാളം കൊണ്ട്. എന്നാൽ കാണാതെ വിശ്വസിക്കുന്നവർ കൂടുതൽ ഭാഗ്യവാന്മാർ. പരിശുദ്ധ അമ്മയ്ക്ക് ആ വിശ്വാസം ഉണ്ടായിരുന്നു. നമ്മുടെ വിശ്വാസത്തിന് ബലമായ അത്ഭുതങ്ങളോ അടയാളങ്ങളോ വേണമെന്നില്ല. കഷ്ടതകളുടെ നടുവിലും വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ നമുക്ക് കഴിയണം. വിശ്വാസം ഒരു എടുത്തുചാട്ടമാണ്. ചിലപ്പോൾ അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും നമ്മുടെ കൂടെ ഉണ്ടാകും, ചിലപ്പോൾ കഷ്ടതകളും സങ്കടങ്ങളും കുരിശും. അപ്പോഴും അവസാനം വരെ വിശ്വാസം കാത്തു സൂക്ഷിക്കാനാകണം. അതാണ് വിശുദ്ധിയുടെ മഹത്വം. പലപ്പോഴും നമുക്കതിന് കഴിയാതെ പോകും. ഓർക്കുകയാണ്, ഒരു ക്യാൻസർ രോഗം വന്ന ചെറുപ്പക്കാരൻ പ്രാർത്ഥിച്ചു, ഈ ക്യാൻസർ എടുത്ത് മാറ്റണമേ എന്ന്. അനുദിനം അത്ഭുതങ്ങൾ സംഭവിച്ച് എനിക്ക് രോഗസൗഖ്യം കിട്ടണമേ എന്ന്. പ്രാർത്ഥനയിൽ അവൻ ഒരുപാട് വളർന്നു കഴിഞ്ഞപ്പോൾ അവന് മനസ്സിലായി, ദൈവം കൂടുതൽ ആഗ്രഹിക്കുന്ന മഹത്വം ഈ വേദനയുടെ നടുവിലും അവൻ്റെ വിശ്വാസം കാത്തു സൂക്ഷിച്ച് മരിക്കുകയാണെങ്കിൽ എനിക്കത് മതിയെന്ന്. ദൈവമേ, നീ എൻ്റെ രോഗം എടുത്ത് മാറ്റണമെന്നില്ല, നിൻ്റെ മഹത്വത്തിന് വേണ്ടി ഈ രോഗം സഹിക്കാനുള്ള വിശ്വാസത്തിൻ്റെ ദൃഢത തരണമേ. എനിക്ക് തോന്നുന്നു ഇതല്ലേ ഏറ്റവും നല്ലൊരു അത്ഭുതം. അതെ, ഒന്നോർത്ത് നോക്കി, യേശു ജീവിച്ചിരുന്നപ്പോൾ ഒരുപാട് അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് അവൻ്റെ ഉള്ളിലെ സ്നേഹം കരകവിഞ്ഞ് പുറത്തു വന്നതാണ്. അവന് വേണ്ടി ഒരു അത്ഭുതവും ചെയ്തില്ല എന്നതാ അവൻ്റെ ഏറ്റവും വലിയ അത്ഭുതം. അന്ധന് കാഴ്ച കൊടുത്തു, കുഷ്ഠരോഗിയെ സൗഖ്യപ്പെടുത്തി,
ബദരിന് സൗഖ്യമൊക്കെ നൽകുന്നുണ്ട്. ഒരുപാട് അത്ഭുതങ്ങൾ അവൻ ചെയ്യുന്നുണ്ട്. അത് അവൻ്റെ വേദങ്ങൾ കണ്ട് ഉള്ളിൽ നിന്ന് വന്ന കരുണയാണ്. പലപ്പോഴും ഈ അത്ഭുതങ്ങൾ ഒഴിവാക്കാനായിട്ടാണ് യേശു പരിശ്രമിച്ചത്. നോക്കുക, അവൻ്റെ അത്ഭുതങ്ങൾ കണ്ടവർ, അതിജീവിച്ച ശിഷ്യന്മാർ പോലും അവസാന നിമിഷം അവനെ തള്ളിപ്പറഞ്ഞില്ലേ, ഒറ്റിക്കൊടുത്തില്ലേ, തനിച്ചാക്കിയില്ലേ, കൂടിപ്പോയില്ലേ? അത്ഭുതങ്ങൾ സ്വീകരിച്ച ജനം തന്നെ അവനെ ക്രൂശിക്കുകയെന്ന് വിളിച്ചു പറഞ്ഞില്ലേ? അത്ഭുതങ്ങളുടെ കുഴപ്പമിതാ, താൽക്കാലികമൊരു ആശ്വാസവും ആവേശവും മാത്രമേ നമുക്ക് തരൂ. അതിനപ്പുറം നമ്മുടെ വിശ്വാസം വളരണം. ഒന്നോർത്ത് നോക്കുക, കുരിശിൽ ലോകം മുഴുവൻ അവനോട് പറയുന്നുണ്ട് അത്ഭുതം ചെയ്യാൻ. താഴേക്കിറങ്ങി വന്നാൽ ഞങ്ങൾ വിശ്വസിക്കാമെന്ന്. 3 വർഷം അത്ഭുതം ചെയ്തവൻ എന്തുകൊണ്ടാണ് കുരിശിലെ 3 മണിക്കൂർ അത്ഭുതം ചെയ്യാഞ്ഞത്? ഈ സങ്കടം കണ്ടും വിശ്വാസത്തിൽ നിൽക്കുന്നവർ യഥാർത്ഥ വിശ്വാസികളെന്ന് അവനറിയാം. അത്ഭുതങ്ങൾക്കപ്പുറത്ത് തൻ്റെ സഹനം ഒരു അനിവാര്യതയാണെന്ന് തിരിച്ചറിഞ്ഞവനാണ് ക്രിസ്തു. അത് കണ്ടിട്ടാണ് ശതാധിപൻ പറഞ്ഞത്, ഇവൻ സത്യമായും നീതിമാനാണെന്ന്. ഓർത്തു നോക്കുക, കേസറിയ ഫിലിപ്പിൽ വെച്ച് പത്രോസ് പറഞ്ഞു, നീ സർവശക്തനായ ദൈവത്തിൻ്റെ പുത്രനാണെന്ന്. അതെപ്പോഴാ? എല്ലാ അത്ഭുതങ്ങളുടെ നടുവിലാണ് പത്രോസ് ഏറ്റു പറഞ്ഞത്. അത്ഭുതങ്ങൾ കണ്ടിട്ടാണ് അവനെ സാക്ഷ്യപ്പെടുത്തിയത്. എന്നാൽ ശതാധിപൻ എന്താണ് ചെയ്തത്? യേശുവിൻ്റെ ഏറ്റവും മോശം അവസ്ഥയില്ല അവൻ്റെ ദൈവികത തിരിച്ചറിഞ്ഞത്. കുരിശിൽ കിടക്കുന്നു, ഏകനായി ഒരു കുറ്റവാളിയെപ്പോലെ. ലോകം മുഴുവൻ അവനെ അധിക്ഷേപിക്കുന്നു, നിന്ദിക്കുന്നു. ആ വേദനയുടെ നടുവിൽ യേശു ഒരു നീതിമാനാണെന്ന് കണ്ട ശതാധിപൻ്റെ വിശ്വാസമല്ലേ ഏറ്റവും ശ്രേഷ്ഠം? ഈ വിശ്വാസമല്ലേ നമ്മൾ ആർജിക്കേണ്ടത്? ഓർക്കുകയാണ്, മീഡിയയിൽ പ്രചരിക്കുന്ന ഒരു മനോഹരമായ ചിത്രം. അതൊരു സിസ്റ്ററിൻ്റെതാണ്. സിസ്റ്റർ സിസിലിയ മരിയ. ഏകദേശം 42 വയസ്സേ ഉള്ളൂ മരിച്ചപ്പോൾ. ഒരു അർജന്റീനക്കാരിയാണ്. സെന്റ് തെരേസ ആൻഡ് ജോസഫ് മോണസ്ട്രിയിലാണ് ജീവിക്കുന്നത്. ക്യാൻസർ വന്നു, ലെൻസിലും നാവിലും. ഒരുപാട് വേദനിച്ച് ജീവിക്കുകയായിരുന്നു. ഈ വേദനയുടെ മുമ്പിലും മുഖത്തെ പുഞ്ചിരി നഷ്ടപ്പെട്ടില്ല എന്നതാണ് ഏറ്റവും വലിയ ആശ്ചര്യം. മറിച്ച് കിടക്കുന്ന ആ ഫോട്ടോ കണ്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു. കണ്ണടച്ചു, എന്നാൽ ചുണ്ടിൽ ദിവ്യമായൊരു പുഞ്ചിരി, ആശ്ചര്യപ്പെടുത്തുന്നൊരു സന്തോഷം. ക്യാൻസർ കൊണ്ട് നാവ് ലയിച്ച് തീർന്നു പോവുകയാണ്, ലെൻസ് അടുത്തടുത്ത് തീർന്നു പോവുകയാണ്. മാരകമായ വേദനയാണ്. വേദനയെ അതിജീവിക്കുന്നൊരു പുഞ്ചിരിയുമായിട്ട് എല്ലാവരെയും ആശ്വസിപ്പിച്ച ഒരു കന്യാസ്ത്രീ. അവ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരു പേപ്പറിൽ ഇങ്ങനെ എഴുതി പ്രിയപ്പെട്ടവർ കൊടുത്തു, നിശ്ചയമായി ഞാൻ മരിക്കാൻ പോവുകയാണ്, നിങ്ങളെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്നറിയാം. പ്രാർത്ഥിക്കണമെന്നാൽ എൻ്റെ മരണം നിങ്ങളൊരു ഉത്സവമാക്കി മാറ്റണം. പ്രാർത്ഥിക്കുക, ഒപ്പം എൻ്റെ ജീവിതത്തെ ഒരു ഉത്സവമാക്കി മാറ്റുക. ക്യാൻസർ മാറുന്നതിനേക്കാൾ വലിയൊരു അത്ഭുതമിടയത്. ക്യാൻസറിലൂടെ കടന്നുപോയി മരണം വരിക്കുമ്പോഴും ദൈവത്തിൻ്റെ പുഞ്ചിരി കാത്തു സൂക്ഷിക്കുക എന്നത്. ഈ ഫോട്ടോ കണ്ടിട്ടാണ് പോപ്പ് ഫ്രാൻസിസ് പോലും ആ കന്യാസ്ത്രീ ജീവിതം എങ്ങനെയായിരുന്നു എന്ന് അന്വേഷിച്ചു ആകാംക്ഷയോടെ. പ്രിയമുള്ളവരെ, കൊച്ചു കൊച്ചു സങ്കടങ്ങളൊക്കെ വരും, വേദനകളൊക്കെ ഉണ്ടാകും. നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവമേ അത്ഭുതം പ്രവർത്തിക്കണമേ എന്ന്. അത്ഭുതത്തെ തീർച്ചയായിട്ടും നമ്മൾ വിശ്വസിക്കണം. ദൈവം ഇടപെടും. പക്ഷേ ഇടപെടാതിരിക്കുമ്പോൾ കുറേ കൂടി നന്മ നമ്മിൽ നിന്ന് വരാൻ ദൈവം ആഗ്രഹിക്കുന്നുവെന്ന അത്ഭുതങ്ങളില്ലാതിരിക്കുമ്പോഴും സങ്കടങ്ങളും ദുഃഖം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴും വിശ്വാസം കാത്തു സൂക്ഷിക്കാനാകണം. ഓർക്കുകയാണ്, ഒരു വർഷം മുമ്പ് പരിചയപ്പെട്ട ഒരു പെൺകുട്ടി. അവളുടെ ജീവിതം എന്നെ ഒരുപാട് അത്ഭുതപ്പെടുത്തി. ഒരു ക്രൈസ്തവ യുവതിയാണ്. ചെറുപ്പം മുതലേ ക്രിസ്തുവിനെ അറിഞ്ഞത് കോൺവെൻറ്റ് സ്കൂളിൽ പഠിച്ചതുകൊണ്ടാണ്. സിസ്റ്റേഴ്സ് പറഞ്ഞു, യേശുവിനോട് പ്രാർത്ഥിച്ച എല്ലാം കിട്ടുമെന്ന്. നിഷ്കളങ്കതയോടെ ആ കുട്ടി പ്രാർത്ഥിച്ചത് ഒരു 5 സ്റ്റാർ ചോക്ലേറ്റിന് വേണ്ടിയാണ്. വീട്ടിലെത്തിയപ്പോൾ അമ്മയുടെ കൂട്ടുകാർ കൊടുത്തു ചോക്ലേറ്റ്. അത്ഭുതപ്പെട്ടുപോയി. പ്രാർത്ഥിച്ചിട്ട് ഉടനെ അത്ഭുതം പ്രവർത്തിക്കുന്ന തമ്പുരാനോട് എന്തെന്നില്ലാത്ത സ്നേഹം തോന്നി. ഡിഗ്രിക്ക് പഠിച്ചത് തോപ്പുംപടിയുള്ള തോമസ് അക്വിനാസ് കോളേജിലാണ്. അവിടെ ഒരു ചാപ്പലുണ്ട്. എന്നും പോയി പ്രാർത്ഥിച്ചിട്ട് പഠിക്കാൻ പോകും. അങ്ങനെ യേശുവിനോട് എന്തെന്നില്ലാത്ത സ്നേഹം വന്നു.
PGക്ക് പഠിച്ചതാകട്ടെ അങ്കമാലിയിലാണ്. അവിടെ ബോർഡിങ്ങിലിരിക്കുമ്പോൾ ഒരു കൂട്ടുകാരിയുമായിട്ട് എന്തെന്നില്ലാത്ത ഒരു ആത്മബന്ധം വന്നു. ഒരു പ്രേക്ഷിതയാണ്, ദർശനപരമൊക്കെയുള്ള ഒരു പെൺകുട്ടിയാണ്. അവർ പറഞ്ഞു കൊടുത്തു യേശു ആരാണെന്ന്. ബൈബിൾ വായിക്കാൻ പഠിപ്പിച്ചു. എന്തെന്നില്ലാത്ത സ്നേഹം വന്നപ്പോൾ പിന്നെ തൊട്ടടുത്തുള്ള മാർട്ടിൻ ഡി പോറസ് പള്ളിയിൽ പ്രാർത്ഥിക്കാനും കുർബാനയ്ക്കുമൊക്കെ പോകാനായിട്ട് ആ പെൺകുട്ടി തുടങ്ങി. 5:45 എഴുന്നേൽക്കും, 6 മണിക്ക് വന്ന് കുർബാനയെ ഭക്തിയോടെ നിൽക്കും. വളരെ കുറച്ച് പേരെ ഉണ്ടാവും ഭയഭക്തിയോടെ ഇരിക്കുന്നു. എന്നാൽ കുർബാനയ്ക്ക് ഒടുവിൽ ദിവ്യകാരുണ്യം മാത്രം സ്വീകരിക്കാൻ ആ പെൺകുട്ടി വരാറില്ല, അക്രൈസ്തവയായതുകൊണ്ട്. ദിവ്യബലിയർപ്പിക്കുന്ന പുരോഹിതൻ അത് മനസ്സിലായി ഇടയ്ക്ക് വെച്ച് പറയും, ദിവ്യബലി പൂർണ്ണമാക്കണമെങ്കിൽ യേശുവിൻ്റെ ശരീരം സ്വീകരിക്കണം. പലവട്ടം പറഞ്ഞപ്പോൾ പെൺകുട്ടിക്ക് എന്നതില്ലാത്ത വിഷമമായി. താനൊരു ക്രിസ്ത്യാനിയല്ലല്ലോ എന്ന സങ്കടം കൂടിക്കൂടി വന്നു. കൂട്ടുകാരിയോടത് പറഞ്ഞപ്പോൾ പറഞ്ഞു, നീ ക്രിസ്തുവിൻ്റെ ശരീരം ആഗ്രഹിച്ചപ്പോൾ തന്നെ അവൻ അവൻ്റെ ശരീരം നിനക്ക് തന്നു. നീ ഒരിക്കൽ ക്രിസ്ത്യാനിയാകും. ആകെ അറിയാവുന്ന ഒരു ക്രൈസ്തവ കുടുംബം. കൂട്ടുകാരാ, അതൊരു ചെറുപ്പക്കാരൻ എന്തെന്നില്ലാത്ത സ്നേഹം വന്നു. കാരണം ക്രിസ്ത്യാനിയാകാനുള്ള മോഹം കൊണ്ടാണ്. ആ സ്നേഹം തീവ്രമായപ്പോൾ രജിസ്റ്റർ മാരേജ് ചെയ്തു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ചെന്നപ്പോഴാണ് താൻ പ്രതീക്ഷിച്ചൊരു കുടുംബമല്ല അതെന്നറിയുന്നത്. വല്ലപ്പോഴും മാത്രം കുടുംബ പ്രാർത്ഥന. ഞായറാഴ്ച കുർബാനയ്ക്ക് പോയി. ഒരുപാട് ദാഹിച്ച് ആഗ്രഹിച്ച് ക്രിസ്ത്യാനിയായിരുന്നിട്ടും ആ വിശ്വാസം പരിപോഷിപ്പിക്കാനുള്ള സാഹചര്യം വീട്ടിലില്ലാതെ പോകുന്നു. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, സങ്കടങ്ങളുണ്ട്. ഉത്തരവാദിത്വ ബോധമില്ലാത്ത ജീവിത പങ്കാളിയാണ്. ശമ്പളത്തിൽ ഒന്നുപോലും ഇവർക്ക് കൊടുക്കുന്നില്ല. കുടുംബം പുലരാൻ ഇവർ തന്നെ അധ്വാനിക്കാൻ ആരംഭിച്ചു. ഒരു മകനുണ്ടായി. മകനെ ഡേ കെയറിലാക്കിയിട്ട് ജോലിക്ക് പോവും. തിരിച്ചു വന്ന് രാത്രിയാകുമ്പോൾ ഭർത്താവാണ് കൊണ്ടുവരേണ്ടത് മകനെ. 8 മണി സമയത്ത് കൂട്ടുകാരോടൊപ്പം മദ്യപിച്ച് വീട്ടിൽ നിൽക്കുന്നത് കണ്ട് ഒരുപാട് വേദന വന്നു. യേശു എൻ്റെ വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ ഒരു സാഹചര്യം എനിക്ക് ചുറ്റുമില്ലല്ലോ. നീ അത്ഭുതം പ്രവർത്തിക്കുന്നവനല്ലേ, പ്രവർത്തിക്കുന്നു എന്നൊക്കെ എപ്പോഴും പറയും. പക്ഷെ അത്ഭുതങ്ങളൊന്നും അധികം പ്രവർത്തിക്കപ്പെടുന്നില്ല. എന്നിട്ടും ഇവൾക്ക് ആത്മധൈര്യമുണ്ട്. കാരണം ഇത്രയൊക്കെ സഹിക്കാൻ ഞാൻ തയ്യാറാണ്. കാരണം എൻ്റെ കർത്താവിന് എനിക്ക് കിട്ടി, എനിക്കത് മതി എന്നും വളരെ പ്രഭാതത്തിലെ 2:45 ഈ പെൺകുട്ടി എഴുന്നേൽക്കും. 1.5 മണിക്കൂറെങ്കിലും പ്രാർത്ഥിക്കുന്നു. പിന്നെ അനുദിന ജീവിതങ്ങൾ നടത്തുന്നു, ജോലിക്ക് പോകുന്നു. ഒരുപാട് ക്ലേശങ്ങളുണ്ട്, സങ്കടങ്ങളുണ്ട്. യേശു അത്ഭുതം പ്രവർത്തിക്കാതിരിക്കുമ്പോഴും യേശു തനിക്കുണ്ടല്ലോ എന്ന നിറവിൽ ജീവിക്കുന്നൊരു പെൺകുട്ടി. ഒരു അത്ഭുതമല്ലേ പ്രിയമുള്ളവരെ? ഇതാണ് വിശ്വാസത്തിൻ്റെ കരുത്ത്. അത്ഭുതങ്ങൾ വരാതിരിക്കാം. അതിനപ്പുറം യേശുവിൻ്റെ കൈപിടിച്ച് അനുചിന്ന ജീവിത സങ്കടങ്ങളിലൂടെ കടന്നു പോകാനാകണം. ഒന്നോർത്ത് നോക്കുക, യേശു അപ്പം വർദ്ധിപ്പിച്ചു. അതിൽ ആശ്ചര്യപ്പെട്ട ജനം, അപൂർവം ചിലർ മാത്രമേ അവന് വിശ്വസിച്ചുള്ളൂ എന്നാ വചനം പറയുന്നത്. ഞാൻ ജീവൻ്റെ അപ്പമാണെന്ന് പറഞ്ഞപ്പോൾ കൂടെ ഉണ്ടായിരുന്ന പോലും ഭയന്ന് പോയി കളഞ്ഞു. അത്ഭുതങ്ങൾക്കൊക്കെ ഇത്രയേ ആയുസുള്ളൂ. അതിനപ്പുറം ആഴപ്പെട്ടൊരു വിശ്വാസം നമുക്ക് വേണം. ഒന്നോർത്ത് നോക്കുക, ലാസറിനെ യേശു ഉയർപ്പിച്ചപ്പോൾ പലരും യേശുവിൻ്റെ ശത്രുവായെന്നാണ് വചനം പറയുന്നത്. അവനെ വധിക്കുവാൻ അതോടുകൂടി അവർ തീരുമാനിച്ചുവെന്നാണ്. ഉയർപ്പിച്ച അത്ഭുതത്തിൻ്റെ പിന്നിൽ പോലും വിശ്വാസം കെട്ടുപോകുന്ന മനുഷ്യർ ചുറ്റുമില്ലേ? യേശു പറഞ്ഞൊരു ഉപമ ഓർക്കുക, ധനവാന്റെയും ലാസറിൻ്റെ ഉപമ. അതിലെന്ത് സംഭവിക്കുന്നു? ലാസർ സ്വർഗത്തിലെത്തി, ധനവാൻ നരകത്തിലെത്തി. അവിടെ നിന്നും ലാസറിൻ്റെ മഹിമ കണ്ടിട്ട് ധനവാൻ പറയുന്നുണ്ട്, എന്നെപ്പോലെ എൻ്റെ സഹോദരങ്ങളും നശിച്ചു പോകാതിരിക്കാൻ ലാസറിനെ തിരികെ വിടണമേ ഭൂമിയിലേക്ക്, എൻ്റെ പ്രതിഭവനത്തിലേക്ക്. അവനെ കണ്ട് എൻ്റെ 5 സഹോദരങ്ങളും മാനസാന്തരപ്പെടട്ടെ എന്ന്. അപ്പോൾ അബ്രഹാം പറഞ്ഞത് എന്താ? അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ട്. അപ്പോൾ ഈ ധനവാൻ പറഞ്ഞു, മരിച്ചവൻ ഉയർത്ത് കടന്നു വന്നത് കണ്ടല്ല അവർ വിശ്വസിക്കുമെന്ന്. അബ്രഹാം അപ്പോൾ അവരോട് പറഞ്ഞു, മോശയും പ്രവാചകന്മാരും കേൾക്കാത്തവർ മരിച്ചവൻ ഉയർത്ത് വന്നാലും വിശ്വസിക്കില്ല എന്ന്. സത്യം അങ്ങനെ തന്നെയല്ലേ സംഭവിച്ചത്? യേശു ഉയർത്തിട്ടും ആ ഉയർപ്പ് കണ്ട് ഭയന്നു വിറച്ച പടയാളികൾ എന്താ പറഞ്ഞത്? ശിഷ്യന്മാർ അവനെ എടുത്തുകൊണ്ടുപോയെന്ന്. അത്ഭുതങ്ങൾ ചുറ്റും നടന്നിട്ടും വിശ്വസിക്കുവാനായിട്ട് അവർക്ക് കഴിഞ്ഞില്ല. പ്രിയമുള്ളവരെ,
ചുറ്റും ഒരുപാട് അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്. അതിൽ മയങ്ങി നിൽക്കരുത്. അതിനപ്പുറം വിശ്വാസത്തിൻ്റെ ദൃഢത നമുക്ക് കിട്ടുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഓർക്കുക, ദാനിയേലിൻ്റെ 3-ാം അധ്യായത്തിൽ 3 യഹൂദ യുവാക്കളെ അഗ്നിയുടെ ആലയിലേക്ക് തള്ളിയിടുന്നുണ്ട്. അഗ്നിയിൽ നിന്നും ദൈവദൂതൻ അവരെ കാത്തുരക്ഷിക്കുന്നുണ്ട്. വലിയൊരു അത്ഭുതമാണത്. അഗ്നിയിലേക്ക് ഇട്ടവർ തന്നെ അതിൻ്റെ ചൂടിൽ മരിച്ചു പോകുന്നുമുണ്ട്. ഇത് ദാനിയേലിൻ്റെ പുസ്തകത്തിലാണ്. മക്കബായരുടെ 2-ാം പുസ്തകത്തിൽ മറ്റൊരു സംഭവം. ഒരമ്മ ദൈവനാമത്തെ പ്രതി 7 മക്കളോടൊപ്പം കൊല്ലപ്പെടുകയാണ്. 7 മക്കളോടും പത്നിമാംസം ഭക്ഷിച്ചുകൊണ്ട് ദൈവത്തിനെതിരെ പ്രവർത്തിക്കുവാൻ രാജാവ് പറഞ്ഞിട്ടും അവർ അതനുസരിക്കുന്നില്ല. അവരെ പ്രചോദിപ്പിച്ചുകൊണ്ട് അമ്മ പറഞ്ഞത് എന്താ? നിങ്ങൾ എൻ്റെ ഉദരത്തിൽ രൂപപ്പെട്ടത് എങ്ങനെയാണെന്ന് എനിക്കറിഞ്ഞുകൂടാ. നിങ്ങൾക്ക് ശ്വാസവും ജീവിതവും തന്നത് ഞാനല്ല, അവനെ പ്രകൃതിച്ച് മരിക്കാൻ. ഇളയ മകനെ രക്ഷിക്കുവാൻ വേണ്ടി രാജാവ് പറഞ്ഞപ്പോൾ ഇളയ മകനെ നോക്കിയിട്ട് ഈ അമ്മ പറഞ്ഞതെന്താ? നിന്റെ സഹോദരങ്ങളെപ്പോലെ നീയും വിജയം വരിച്ച് മരിച്ച നിത്യതി നമുക്ക് ഒരുമിച്ച് കാണാമെന്ന്. അവൻ മരണപ്പെട്ടു. ഇതും വിശ്വാസത്തിൻ്റെ ഏറ്റവും പ്രകടമായ തെളിവല്ലേ? അഗ്നിയുടെ ആലയിൽ നിന്ന് രക്ഷിക്കപ്പെടുമ്പോൾ മാത്രമല്ല, ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി മരണം വരിക്കുന്നതും ഏറ്റവും വലിയൊരു വിശുദ്ധിയുടെ തെളിവാണെന്ന് തിരിച്ചറിയാനാകണം. ഓർക്കുകയാണ്, ഒരു സന്യാസി, ടെലമാക്കാസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, ഏഷ്യാനിക് മങ്ക, ഒരു ദിവസം സ്വന്തം ആശ്രമത്തിൻ്റെ പൂന്തോട്ടത്തിൽ നടന്നുകൊണ്ടിരുന്നപ്പോൾ ഒരു ദൈവിക പ്രചോദനം, റോമിലേക്ക് പോകണം. എന്തിനാണെന്ന് അറിഞ്ഞുകൂടാ. ഉടനെ പുറപ്പെട്ടു. ദീർഘദൂരമുണ്ട്, ഒരുപാട് ദിവസങ്ങളുണ്ട്. ബോട്ടിൽ യാത്ര ചെയ്ത് അവസാനം റോമ നഗരത്തിലെത്തി. മനോഹരമായ നഗരം. ജനങ്ങൾ ആടി ഉല്ലസിക്കുകയാണ്. ഏതോ യുദ്ധം ജയിച്ചതിൻ്റെ സന്തോഷത്തിലാണ്. അവിടെ എത്തിയപ്പോൾ ടെലമാക്കാസത്തിന് എന്തെന്നില്ലാത്ത ആശയക്കുഴപ്പം, താൻ എന്തിനാണ് ഇവിടെ വന്നത്? നോക്കിയപ്പോൾ കുറേയധികം ജനങ്ങൾ ഇങ്ങനെ ഒരു വഴിയിലൂടെ യാത്ര ചെയ്യുന്നു. അയാളിന് പിന്നാലെ പോയി. അവരെത്തിയത് കൊളോസിയത്തിലാണ്. മനുഷ്യ പരസ്പരം കൊന്നൊടുക്കുന്ന മത്സരം കാണാൻ. എന്താണെന്നറിയാതെ ഇദ്ദേഹവും അവിടേക്ക് വന്നു. ഇതാ 2 ഗ്ലാഡിയേറ്റേഴ്സ്, യോദ്ധാക്കൾ പരസ്പരം യുദ്ധം ചെയ്യാൻ ആരംഭിക്കുക. മരണം വരെ. മരിച്ചു കഴിയുമ്പോൾ അവനെ കാട്ടുമൃഗങ്ങൾക്ക് ഇരയായിട്ട് കൊടുക്കുകയും ചെയ്യും. ഇത് കണ്ട് ആസ്വദിക്കാൻ ജനങ്ങൾ കൂടിയിരിക്കുന്നത്. പാവം ഈ സന്യാസിക്ക് എന്തെന്നില്ലാത്ത വേദന വന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, അവിടെ മധ്യക്ക് ഇറങ്ങിച്ചെന്നു. പറഞ്ഞു, ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിർത്തൂ. ജനം ആദ്യം വിചാരിച്ചത് ഇത് മത്സരത്തിൻ്റെ ഭാഗമായിരിക്കുമെന്നാണ്. എന്നാൽ യോദ്ധാക്കൾ യുദ്ധം ചെയ്യാൻ ആരംഭിച്ചപ്പോൾ തടഞ്ഞുകൊണ്ട് ഇയാൾ വീണ്ടും പറഞ്ഞു, ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിർത്തൂ. അപ്പോൾ ജനം ആവേശത്തോടും എന്നാൽ ക്രോധത്തോടും പറഞ്ഞു, അവനെ വധിക്ക്. യോദ്ധാക്കൾ ഒരാൾ വാളുകൊണ്ട് ആ സന്യാസിയുടെ നെഞ്ചിലേക്ക് ആഴ്ന്ന് കുത്തി. പ്രാണവേദനയോട് മരിക്കുന്നതിന് മുമ്പ് അവസാനമായും അയാൾ പറഞ്ഞു, ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിർത്തൂ. അധീനരോധനം വലിയൊരു അശരീരിയായിട്ട് മാറി. സ്വന്തം കയ്യിൽ നിന്നും യോദ്ധാക്കളുടെ വാള് താഴെ പോയി. അവർ യുദ്ധം അവസാനിപ്പിച്ച് പിന്മാറി. ജനങ്ങൾക്കുള്ളിലും എന്തെന്നില്ലാത്ത കുറ്റബോധം വന്നു. അവരും ആ യുദ്ധക്കളത്തിൽ നിന്ന് പിന്മാറി. ചരിത്രം പറയുന്നത് അതോടെ കൊളോസിയം അടച്ചുപൂട്ടിയെന്ന്. മത്സരത്തിന് വേണ്ടിയുള്ള ഈ മനുഷ്യവധം അവസാനിപ്പിക്കപ്പെട്ടുവെന്ന്. നോക്കുക, ദാനിയേലിനെ പോലെ ഈ സന്യാസി സിംഹത്തിൻ്റെ മുമ്പിൽ നിന്ന് രക്ഷപ്പെട്ടൊന്നുമില്ല. അവൻ മരിച്ചു. വിശ്വാസത്തിൽ ജീവിച്ച് വിശ്വാസത്തിൽ മരിച്ചവൻ അനേകരെ നവീകരിച്ചു. ഇതാണ് അത്ഭുതം. മല കടലിലേക്ക് പോകുന്നത് മാത്രമല്ല, ഒരു പാപി വിശുദ്ധനാകുന്നതും അത്ഭുതം തന്നെയാണ്. സ്വന്തം ജീവിതം ഒരു അത്ഭുതമാക്കി മാറ്റണോ? വിശ്വാസത്തിൽ ജീവിക്കുക മരണം വരെ. ആ വിശ്വാസത്തിൻ്റെ കരുത്ത് കൊണ്ട് അനേകരെ നവീകരിക്കുക, ലോകത്തെ നവീകരിക്കുക. അതെ, ദൈവം ആഗ്രഹിക്കുന്ന അത്ഭുതം ഇതാണ്. കുറേ കൂടി അത്ഭുതങ്ങളുടെ പിന്നാലെ പോകാതെ സ്വന്തം ജീവിതത്തെ ദൈവം ആഗ്രഹിക്കുന്നൊരു അത്ഭുതമാക്കി മാറ്റാൻ അവിടുന്ന് നമ്മളെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.
ആമേൻ.